ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിങ്ങൾക്ക് ഏതെങ്കിലും ശാരീരിക രോഗപീഠകളാൽ നിങ്ങൾ വലയുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ ശാരീരിക രോഗത്തെ ഓർത്ത് അത് ഈ സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഒരു രോഗമുണ്ട്, ഇങ്ങനൊരു അസ്വസ്ഥതയുണ്ട്, ഞാൻ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി ഈ പീഡയുടെ നടുവിലാണ്. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് എനിക്കൊരത്ഭുതം വേണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് കൂടെയുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരത്ഭുതം, ഒരടയാളം ഈശോയെ ഈ ശുശ്രൂഷ സമയത്ത് വേണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ വിശ്വസിച്ചുകൊള്ളൂ, നിങ്ങൾ തന്നെ ആര് തന്നെയാണെങ്കിലും നിങ്ങളുടെ പക്കലേക്ക് യേശുക്രിസ്തുവിൻ്റെ അനന്തമായിട്ടുള്ള കാരുണ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഇത് അനുഭവിക്കുകയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളോടൊന്ന് ചോദിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഒന്ന് ആരംഭിക്കുകയാണ്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കുടുംബാംഗങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതെല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ രക്ഷപ്പെടും, ഇത്രയും നാളും എങ്ങനെ രക്ഷപ്പെട്ടത് എന്നുള്ളത് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മക്കൾ വന്നിട്ട് ചോദിക്കും, പള്ളി പോയാൽ പോരെ, ഈ പള്ളിക്കകത്ത് പോയി നിന്നിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്നാ ഇത്ര നിർബന്ധം? ഇനി വീണ്ടും ചോദ്യമുണ്ട്, വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇല്ലേ? കുടുംബ പ്രാർത്ഥന അത് ഒച്ചത്തിൽ ചെല്ലേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മുടെ വിശ്വാസം നമ്മളത് ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ചെല്ലിയാൽ പോരെ? ഇത് ചോദിക്കും ആര്? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും. അമ്മയുടെ വിശ്വാസം അമ്മയുടെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ പോരെ? അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയേണ്ടതും ഇങ്ങനെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ ഇങ്ങനെ ഈ ഹല്ലേലൂയയൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊക്കി ഉച്ചത്തിൽ എന്തിനാ ഇങ്ങനെ പറയണേ? ഇങ്ങനെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ ചുറ്റുവട്ടത്തും ചോദിക്കുന്ന അനേകരുള്ളപ്പോൾ നമ്മുടെ മർമ്മപ്രധാനമായ ഒരു ചോദ്യം ഇതാണ്: നിന്റെ വീട് രക്ഷപ്പെടണോ, നിന്റെ വ്യക്തിപരമായ ജീവിതം രക്ഷപ്പെടണോ എങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടൊരു വചനം പഠിക്കാം. അത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 9. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഒച്ചത്തിൽ ഒന്ന് ഏറ്റു പറയണം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും, നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ഈ വചനത്തിൽ പറയുകയാണ്. രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരു വ്യക്തി ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. രണ്ടാമത്തെ കാര്യം വചനം പഠിപ്പിക്കുന്ന എന്താണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമെന്ന്. ആദ്യത്തെ കാര്യം ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു, യെസ് ഐ ബിലീവ്. പക്ഷെ രണ്ടാമത്തെ കാര്യം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തോന്നറിയോ? അതായത് നമ്മൾ യേശുവിനെ പ്രഘോഷിക്കണം, പറയണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊന്ന് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാം. ഞങ്ങളുടെ നാട്ടിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കുടുംബമാണ്, ശക്തമായിട്ടുള്ള കുടുംബം. ആ കുടുംബത്തിൽ എൻ്റെ ഓർമ്മയിൽ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ചിത്രം, അവരുടെ വീട്ടിലൊരു വല്യപ്പച്ചനുണ്ട്. ഈ വല്യപ്പച്ചൻ പള്ളിയുടെ നിന്ന് വലിയ ദൂരമൊന്നുമല്ല. ഈ വല്യപ്പച്ചനാണ് പള്ളിയിലെ പല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ ദിവസവും മുൻപിൽ ഈ വല്യപ്പച്ചൻ കുർബാനയ്ക്കുണ്ടാവും. വലിയൊരു കാരണവരാ ഈ വല്യപ്പച്ചൻ. ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് മാത്രമല്ല പള്ളിയുടെ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പൊ ധ്യാനം ഉണ്ടോ, മുമ്പിൽ അപ്പച്ചനുണ്ടാവും. പള്ളിപ്പെരുന്നാളുണ്ടോ, മുമ്പിൽ ഈ അപ്പച്ചനുണ്ടാവും. അങ്ങനെ ശക്തമായൊരു കുടുംബം, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, വലിയ കുടുംബമാണ്. അങ്ങനെയുള്ള കുടുംബം വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി ഈ വല്യപ്പച്ചൻ മരിച്ചു.
അടുത്ത തലമുറയാണ് ഇപ്പോൾ ആ കുടുംബത്തിൽ നടക്കുന്നത്, ജീവിക്കുന്നത്. എന്നാൽ കുറച്ച് നാളുകളായി ആ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് താളം തെറ്റി. അടുത്ത ന്യൂ ജനറേഷനിലുള്ള തലമുറയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി താളം അങ്ങോട്ട് തെറ്റി. ഇപ്പോ ഭയങ്കര അസ്വസ്ഥതകളിലാണ്. ഇവർക്ക് അവിടെ വല്ലാത്ത ഭാരത്തിലാണ്, ഒരു സമാധാനം ഇല്ല. അപ്പൊ എനിക്ക് ഇവരെ പരിചയമുള്ളത് കൊണ്ട് ആ വീട്ടിൽ ഒരു ദിവസം പോകാനും ആ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒരു അവസരം കിട്ടി. അപ്പൊ ഞാൻ ഇവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥൻ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, അച്ഛന് ഞങ്ങളുടെ കുടുംബത്തേക്ക് അറിയാമല്ലോ, ഇത്രമാത്രം പള്ളിക്കാര്യങ്ങൾക്ക് അച്ഛാ പള്ളിക്കൊക്കെ സ്ഥലം കൊടുത്തത് അച്ഛൻ അറിയാമല്ലോ. അന്നത്തെ ആ സിമിത്തേരി പ്രശ്നം, ആ സിമിത്തേരിക്ക് സ്ഥലം കൊടുത്തത് ഞങ്ങളാ. അച്ഛാ പള്ളിയുടെ പെരുന്നാൾ പലതവണ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അച്ഛാ പള്ളിക്കാര്യങ്ങളോടൊക്കെ അങ്ങേയറ്റം വിശ്വസ്തത, പ്രത്യേകിച്ച് ഞങ്ങളുടെ വല്യപ്പച്ചനെയൊക്കെ അച്ഛൻ അറിയാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ് അച്ഛാ, ഇപ്പൊ എന്നാന്നറിഞ്ഞുകൂടാ, ഞങ്ങളുടെ കുടുംബം ഉണ്ടല്ലോ മൊത്തത്തിലൊരു അച്ഛൻ കാണുന്നില്ല, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, ഒരു മെച്ചവും ഇല്ല അച്ഛൻ, ഭയങ്കര ദുരിതത്തോട് ദുരിതം. പുറത്ത് ആർക്കും അത്രയും സീരിയസ് ആയിട്ട് അറിയത്തില്ല അച്ഛാ, ഈ കാണുന്ന മാത്രമുള്ള അച്ഛാ, പേരുണ്ട്, വീട്ടുപേരുണ്ട്, പിന്നെ ഈ സ്ഥലമുണ്ട്, ഈ കെട്ടിടമൊക്കെ ഉണ്ട്, പക്ഷേ അകത്തെ അവസ്ഥ വളരെ ദാരുണം അച്ഛാ, വളരെ ദാരുണം അച്ഛാ, വലിയ സങ്കടത്തിലാണ്. അപ്പൊ അച്ഛാ ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? അപ്പൊ ഞാൻ ഇവരോട് കൂടെ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് എൻ്റെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, അത് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം, അതിന് തുടക്കം മുതൽ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊക്കെ വളരെ പരിചിതമായ സക്കേവൂസ്. അപ്പൊ നമ്മളിങ്ങനെ അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിലെ ഈ സക്കേവൂസിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന, ദൈവമേ, ഇവരും സക്കേവൂസും തമ്മിൽ എന്ത് ബന്ധം? പൊക്കം കുറവുള്ളവരൊന്നും അല്ല ആയിരിക്കുന്നവരൊക്കെ, അവരൊക്കെ പൊക്കമുള്ളവരാണ്. അല്ലെങ്കിൽ പൊതുവെ സക്കേവൂസുമായിട്ട് ഇത് എന്ത് ബന്ധം? ഇങ്ങനെ കർത്താവെ ഒരു വെളിപ്പെടുത്തൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 8-ാം തിരുവചനം, സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് സക്കേവൂസ് പറഞ്ഞത്. അപ്പൊ എന്റെ മുമ്പിലേക്ക് ഈ വചനം ഇതിങ്ങനെ ആവർത്തിച്ച് വരുവാണ്. ഇത് വന്നപ്പോൾ കൃത്യമായും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു ചിന്ത, ഒരു പക്ഷേ ഈ കുടുംബത്തിന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തെറ്റായ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഇവരുണ്ടാക്കിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണോ? പക്ഷെ അതുമല്ല. പരിശുദ്ധാത്മ വീണ്ടും പറഞ്ഞു, 1-ാമത്തെ വചനം, സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധ എങ്ങോട്ട് വരും? സ്വാഭാവികമായിട്ടും എൻ്റെ അടുക്കിലേക്ക് വരും. സക്കേവൂസിന്റെ വീട്ടില് യേശുവും ശിഷ്യന്മാരും ദേശത്തുള്ളവരൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ സക്കേവൂസ് എഴുന്നേറ്റു. എന്റെ പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് എഴുന്നേറ്റപ്പോൾ ജനത്തിന്റെ എല്ലാത്തിന്റെയും ശ്രദ്ധ ആരുടെ മേൽ? സക്കേവൂസിന്റെ മേൽ. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് വളരെ പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങളുണ്ട്. 1-ാമത്തെ കാര്യം, ഈ പറയാൻ പോകുന്ന കാര്യം അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമാണ്. 2-ാമത്തെ കാര്യം, ഈ പറയുന്ന കാര്യം ജനം കേട്ടിരിക്കണമെന്നും പറയുന്ന ആൾക്ക് നിർബന്ധമുണ്ട്. സക്കേവൂസ് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? അതായത്, കർത്താവേ, ഇനി എന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരാ? കർത്താവേ, നീയാണ് എന്റെ സമ്പത്ത്. ഈശോയാണ് സമ്പത്ത് എന്ന് ഉള്ളിൽ പറയുക മാത്രമല്ല, ദൈവജനത്തിന്റെ മുമ്പിൽ ഈ സക്കേവൂസ് പ്രഖ്യാപിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ സക്കേവൂസ് പറഞ്ഞു. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഈ വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വല്യപ്പച്ചൻ അതിശക്തനായിരുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. നിങ്ങളുടെ കുടുംബം ഇത്രമേൽ നിലനിന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ കുടുംബത്തില്
പ്രാർത്ഥിക്കാനും ദൈവവിചാരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കാനും ചില ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ കുടുംബ പ്രാർത്ഥന പോലും നിന്നു പോയില്ലേ? ആ വീടിന്റെ അവസ്ഥയാ. അപ്പൊ അവര് പറഞ്ഞു, അച്ഛൻ അറിയാലോ, ടൈം ഷെഡ്യൂൾ, ഞങ്ങളുടെ ഓഫീസ് ടൈമൊക്കെ മാറി, പണ്ടത്തെ പോലെ ഒരുമിച്ചൊന്നും കൂടാൻ സമയം കിട്ടുന്നില്ല, പലരും പല സമയത്താണ് എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന പോലും നിന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ കുടുംബത്തിൽ അപ്പച്ചൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് നിർബന്ധം എല്ലാവരും ഒരുമിച്ച് നിന്ന് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, മുട്ടുകുത്തി നിന്ന് കൊന്ത ചെല്ലണം. അത് ആ കുടുംബത്തിന്റെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. അന്ന് ഐശ്വര്യം ഉണ്ടായിരുന്നു. ഇന്നെന്തു പറ്റി? ഇന്ന് പള്ളിയിൽ പോക്ക് കുറഞ്ഞു. ആ കുടുംബത്തിലെ അംഗങ്ങൾ പറഞ്ഞു, അച്ഛൻ ഞങ്ങള് സൺഡേയിലൊക്കെ പള്ളി പോകാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, അത് മാത്രം പോരാ, കുടുംബ പ്രാർത്ഥന വേണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഈ കുടുംബത്തിൽ, ഈ മണ്ണില്, നിങ്ങളുടെ ഈ മുറിക്കകത്ത് പ്രാർത്ഥന ഉയരണം. അപ്പോ കുടുംബത്തിലെ ചെറിയ ഒരുത്തൻ ഭയങ്കര ബുദ്ധിമാനാണ്. അവൻ പറഞ്ഞു, അച്ഛാ എന്റെയൊക്കെ ആവശ്യമുണ്ടോ? വിശ്വാസം ഉള്ളിലല്ലേ അച്ഛാ? വിശ്വാസം ഉള്ളിലല്ലേ? അത് മനസ്സിൽ പോരെ? ഈ പറയുന്ന ഇതൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഈ മുട്ടുകുത്തുന്നത്? എന്തിനാ കൈ പൊക്കുന്നത്? എന്തിനാ പള്ളിക്കകത്ത് കയറുന്നത്? അല്ലെ, എന്തിനാ ഈശോ എന്ന് വിളിക്കുന്നത്? ഇതൊക്കെ വ്യക്തിപരമായ വിശ്വാസം, പേഴ്സണൽ അല്ലേ? ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നേ? സക്കേവുസിനോട് ഈശോ പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇവിടെ ഒന്ന് പഠിച്ചോളൂ. 19:9 യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. Yes, today salvation has come to this house. ഇന്ന് എപ്പോഴാണോ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ യേശുവിനെ പ്രഘോഷിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം യേശുവിന് വേണ്ടി നിലകൊള്ളാൻ, യേശുവിനെ കുറിച്ച് പറയാൻ മനസ്സ് കാണിച്ചോ, അപ്പോൾ മുതലാണ് ആ കുടുംബത്തിൽ രക്ഷ. ഒരല്പസമയം കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് യേശുവേ യേശുവേ എന്നിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമം അതിങ്ങനെ പറയുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഈ അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങും. അത് നമ്മുടെ ആരുടെയും കഴിവല്ല. യേശുവിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന അത്ഭുതകരമായൊരു ഇടപെടലാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ഭാരത്തിന് ഉത്തരം കിട്ടുന്ന ഈശോയുടെ സാന്നിധ്യം, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് യേശുവേ 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 എന്നിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക. ഏതെങ്കിലും മാനസിക ദുഃഖങ്ങളിൽ, മാനസിക പിരിമുറുക്കത്തിൽ, വലിയ മാനസിക സംഘർഷത്തിലുള്ളവരുണ്ടാവുമല്ലോ. ഈ സമയം ആ നിയോഗങ്ങൾ സമർപ്പിക്കുക. എന്താണ് നിന്റെ മനസ്സിൻ്റെ ഭാരം? എന്താണ് നിന്നെ അലട്ടുന്നത്? അതെന്തു തന്നെയാണെങ്കിലും ഈശോയുടെ പക്കലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ ചില വ്യക്തികളെ കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കും. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്ന ചിലര് വല്ലാണ്ട് ഭാരപ്പെടുന്നുണ്ടല്ലോ, അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ വ്യക്തികളെ കുറിച്ചുള്ള ഭാരം, നീ ആര് തന്നെയാണെങ്കിലും ഈ സമയം നിന്റെ ഭാരപ്പെടുത്തുന്ന വ്യക്തികളെ പരിശുദ്ധ അൾത്താരയിൽ സമർപ്പിക്കുക. ഈശോയെ, അത്ഭുതകരമായൊരു ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഈ അത്ഭുതകരമായൊരു ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. അനേക മാതാപിതാക്കൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങ് ദൂരങ്ങളിലുള്ള മക്കളെ ഓർത്ത്, പഠനത്തിനും ജോലിക്കൊക്കെയായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത്, അവരെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന മാതാപിതാക്കളെ നിങ്ങളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ യേശുവേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചു കൊള്ളുക, അവരിലേക്ക് വലിയൊരു ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുകയാണ്. ഇത് കർത്താവ് ഒരുക്കിയൊരു ശുശ്രൂഷയാണ്. കർത്താവെ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാവട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാവട്ടെ. നമുക്ക് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളടച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തി തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. എന്താണ് നിന്റെ ഭാരം? ആ ഭാരത്തിന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. നിന്റെ ജീവിതത്തിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. പക്ഷേ ഉത്തരമുള്ളവന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അത്ഭുതകരമായിട്ട് ഇടപെടണമേ. സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ട്. എങ്ങനെ കടം വീട്ടും? ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നു. എങ്ങനെ ലോൺ അടച്ചു തീർക്കും? എങ്ങനെ അഡ്മിഷനുള്ള പണം ഉണ്ടാക്കും? എങ്ങനെ സർട്ടിഫിക്കറ്റിനുള്ള പണം ഉണ്ടാക്കും? എങ്ങനെ എൻ്റെ കുടുംബം മുമ്പോട്ട് നീങ്ങും? എൻ്റെ ദൈവമേ,
എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും വല്ലാതെ ഞെരുക്കമുണ്ട് കർത്താവെ, സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. രോഗങ്ങളും പീഡകളും വ്യാകുലതകളും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കുന്ന സമയമാണ്. നിന്റെ മേൽ കർത്താവ് ഒരു പുതിയ അഭിഷേകം നൽകും. എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ